Hi friends, welcome to my YouTube channel. Please subscribe to my YouTube channel. എൻ്റെ എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് നിങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഭയം ഉണ്ടായിരിക്കും. എന്തെല്ലാം സ്റ്റെപ്പാണ് നിങ്ങൾ എയർപോർട്ടിൻ്റെ അകത്ത് ഫോളോ ചെയ്യേണ്ടി വരിക എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് യാത്ര ചെയ്യാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഡിപ്പാച്ചർ ടൈം ആൻഡ് അറൈവൽ ടൈം, എത്ര മണിക്കാണ് നിങ്ങൾ ഫ്ലൈറ്റ് വരുന്നതും പോകുന്നതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെക്കിംഗ് മീൻസ് നിങ്ങൾ ഫ്ലൈറ്റ് 10 മണിക്കാണ് നിങ്ങളെ ഫ്ലൈറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ എയർപോർട്ടിലെത്തണം. ഓക്കെ, 3 മണിക്ക് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ചെക്കിംഗ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് എൻട്രൻസിലോട്ട് ചെല്ലുന്നു. അവരെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്നു. നിങ്ങൾ പിന്നെ ഒറിജിനൽ ആയിട്ടുള്ള ആൾ തന്നെയാണോ യാത്ര ചെയ്യുന്നത്, മീൻസ് പാസ്പോർട്ടിലുള്ള ആൾ തന്നെയാണോ യാത്ര ചെയ്യുന്നത് എന്നുള്ളത് അവർ ചെക്ക് ചെയ്തിട്ട് അകത്തോട്ട് വിടും. ഓക്കെ, സെക്കൻഡ്, അതിനുശേഷം നിങ്ങളിപ്പോൾ എയർ ഇന്ത്യക്കാണ് ടിക്കറ്റ് എടുത്തത് അല്ലെങ്കിൽ മറ്റേ ഇന്ത്യക്കോ ഏത് ഫ്ലൈറ്റാണോ നിങ്ങൾ ടിക്കറ്റ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇതുപോലത്തെ ഒരു ക്യാബിൻ ഉണ്ടായിരിക്കും. ഓക്കെ, ആ ക്യാബിൻ പോയി ക്യൂ നിൽക്കുക. അതിനുശേഷം അവർ നിങ്ങളെ പാസ്പോർട്ട് ആൻഡ് വിസ ഇതെല്ലാം അവർ ചോദിക്കും, ചെക്ക് ചെയ്യും. അതേ ടൈമിൽ തന്നെ നിങ്ങളെ ലഗേജ് ചെക്ക് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് എയർ ഇന്ത്യ ആണെന്നെങ്കിൽ 30 kg ആണ് നിങ്ങൾക്ക് അലോഡ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 35 kg ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് 5 kg എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതിന് എക്സ്ട്രാ മണി കൊടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് ഫാമിലിക്ക് റിട്ടേൺ കൊടുക്കാം സാധനം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എക്സ്ട്രാ പൈസ കൊടുത്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്ലൈറ്റിന് എത്ര kg വരെയാണ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് നിങ്ങൾ പിന്നെ ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ തന്നെ ട്രാവൽസിൽ നിന്ന് ചോദിക്കണം, എത്ര kg വരെ ഈ ഫ്ലൈറ്റിൽ പിന്നെ കൊണ്ടുപോകാൻ കഴിയുന്നുള്ളത് മസ്റ്റായിട്ട് നിങ്ങൾ പുറത്തുനിന്ന് തന്നെ അറിഞ്ഞിരിക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇപ്പോൾ പിന്നെ പുറത്തോട്ട്, അതായത് ഇപ്പോൾ UAE വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മണി, അതായത് നാട്ടിലത്തെ നമ്മളെ ഇന്ത്യൻ റുപ്പി പിന്നെ ദിർഹംസ് നമ്മൾ അവിടുന്ന് ചേഞ്ച് ആയിട്ട് ഏതെങ്കിലും പിന്നെ പുറത്തുനിന്ന് ബാങ്കിൽ പോയിട്ട് പിന്നെ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ എയർപോർട്ടിൻ്റെ അകത്ത് നിങ്ങൾക്ക് പിന്നെ ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പിന്നെ ഇതായിരിക്കും, നഷ്ടമായിരിക്കും നിങ്ങൾക്ക് അവിടുന്ന് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സെക്കൻഡ്, അപ്പോൾ ഇതിൻ്റെ ചെക്കിങ് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് അവിടുന്ന് തന്നെ അവർ ബോർഡിംഗ് പാസ്, അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഒരു എമിഗ്രേഷൻ ഫോം തരും. ഓക്കെ, അപ്പോൾ നിങ്ങളവിടെ ഇപ്പോൾ നിങ്ങൾ പിന്നെ ബാഗേജ് കൊടുത്ത് അതിനൊരു ടാഗ് അവർ തരും. അത് ടാഗ് ഇട്ടിട്ട് പിന്നെ ആ ബാഗ് പിന്നെ ഫ്ലൈറ്റിലോട്ട് പോകും. ഓക്കെ, ആ ബാഗ് ഇനി നിങ്ങളിപ്പോൾ ദുബായിലോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ദുബായിന് എത്തിയതിനു ശേഷം അവിടുന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എക്സ്ട്രാ നിങ്ങളുടെ കയ്യിലൊരു ഹാൻഡ് ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 7 to 10 kg വരെ നിങ്ങൾക്കൊരു ഹാൻഡ് ബാഗ് ആയിട്ട് പല ഫ്ലൈറ്റിലും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊരു 7 kg നിങ്ങളുടെ കയ്യിലൊരു ഹാൻഡ് ബാഗ് ഉണ്ട്. ഓക്കെ, അതിന് പുറമെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പും നിങ്ങൾക്ക് കയ്യിൽ കൊണ്ടുപോകാം, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് തന്നെ പിന്നെ ഈ ബോർഡിംഗ് പാസ് തരുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു ടാഗ് തരും. അപ്പോൾ നിങ്ങൾ ഹാൻഡ് ബാഗിൻ്റെ അത് പിന്നെ പിൻ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ളത് പാസ്പോർട്ട്, പിന്നെ വിസ, പിന്നെ ഒരു എമിഗ്രേഷൻ ഫോം. ഈ എമിഗ്രേഷൻ ഫോം നിങ്ങൾ മറ്റേ പാസ്പോർട്ടിലുള്ള സെയിം അഡ്രസ്സ് നിങ്ങൾ പിന്നെ ഫില്ല് ചെയ്യുക. അതിലുള്ള ഏത് അഡ്രസ്സാണുള്ളത്, പാസ്പോർട്ട് നമ്പർ, ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ എമിഗ്രേഷനിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിന്നെ ഫാമിലിനോട് കുഴപ്പമൊന്നുമില്ല, എല്ലാം ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ബോർഡിംഗ് പാസ് കിട്ടി പിന്നെ എമിഗ്രേഷനിലോട്ട് പോകാമെന്ന് ഓക്കെ അതെല്ലാം പറഞ്ഞ് നിങ്ങൾ എന്താ അവരെ ഫാമിലിനെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലിനെ പോയി കണ്ട് പിന്നെ എമിഗ്രേഷനിലോട്ട് എൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പുറത്തോട്ട് വരാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ എമിഗ്രേഷനിലോട്ട് പോയി പിന്നെ അവിടെ ഒരു വലിയ ക്യൂ ആയിരിക്കും. മറ്റേത് നിങ്ങൾക്ക് ഏത് ഫ്ലൈറ്റിനാണോ പിന്നെ ഇപ്പോൾ നിങ്ങൾ ബോർഡിംഗ് പാസ് ചെക്കിങ്ങിന് പോയ മാതിരി ആയിരിക്കില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 4 or 5 ക്യാബിൻ ഉണ്ടായിരിക്കുള്ളൂ. മറ്റേത് നിങ്ങൾ ഏത് ഫ്ലൈറ്റിനാണോ പോകുന്നത് അതിന് ഓരോരോ ക്യാബിൻ ഉണ്ടായിരിക്കും. ഇവിടെ 4 or 5 ക്യാബിൻ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇതിലെല്ലാവരും വരുന്നുണ്ട്, എല്ലാ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാവരും എമിഗ്രേഷൻ കൗണ്ടറിൽ വരും. അപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ എമിഗ്രേഷൻ ഫോം ഫില്ല് ചെയ്ത ആ ഫോം പിന്നെ
പാസ്പോർട്ട്, വിസ ഇതെല്ലാം അവർ ചോദിക്കും. എമിഗ്രേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദിക്കും. അപ്പോൾ അത് കൊടുക്കുക. അപ്പോൾ അവർ ചോദിക്കും പിന്നെ ചിലപ്പോൾ നിങ്ങളിപ്പോൾ വിസിറ്റിങ്ങിന് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളവിടെ പോകുന്നത്, പിന്നെ ഇപ്പോൾ നിങ്ങൾ ടൂറിസ്റ്റ് ആയിട്ടാണോ പോകുന്നത് അല്ലെങ്കിൽ വല്ല ജോലിക്ക് വേണ്ടിയാണോ പോകുന്നത്, ഇനി വിസ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ എന്തെങ്കിലും എന്താണ് ഇപ്പോൾ നിങ്ങൾ എന്തിനു പോകുന്നത്, വിസിറ്റ് പോകുന്നവരാണ് വിസിറ്റ് അതിൻ്റെ അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പറയാം. ഓക്കെ, അതിപ്പോൾ വിസിറ്റ് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും. ഇപ്പോൾ ദുബായിലോട്ട് പോകുന്ന വിസിറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വിസിറ്റ് പോകുന്നത്, പിന്നെ അതൊരു ടൂറിസ്റ്റ് ആയിട്ട് നിങ്ങൾ ജസ്റ്റ് കാണാൻ വേണ്ടി പോകുന്നതാണോ അതോ ജോലിക്ക് വേണ്ടി പോകുന്നതാണോ, എന്തിനു വേണ്ടിയിട്ടാണെന്ന് അവർ ചോദിക്കും. ഓക്കെ, അപ്പോൾ അതിനുള്ള ആൻസർ എന്താ വെച്ചാൽ നിങ്ങൾ അവിടെ കൊടുക്കുക. ഓക്കെ, സെക്കൻഡ് പിന്നെ നിങ്ങളെ പാസ്പോർട്ട് ഇതെല്ലാം ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് സ്റ്റാമ്പ് ചെയ്ത് തരും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ അവിടെ ബോഡി ചെക്കിങ് എല്ലാം അവിടെ നിന്ന് തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ബോഡി ചെക്കിങ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഇതുപോലെ വെയിറ്റിംഗ് ഏരിയയിലോട്ട് അത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ചെല്ലുന്നത് ഒരു വെയിറ്റിംഗ് ഏരിയയിലോട്ടായിരിക്കും. ഓക്കെ, ഇവിടെ വെയിറ്റിംഗ് ഏരിയയിൽ നിങ്ങളിപ്പോൾ ഒരു 10 മണിക്കാണ് ഫ്ലൈറ്റ് എന്നുണ്ടെങ്കിൽ ഒരു 9:55 അല്ലെങ്കിൽ ഒരു 9:50 നിങ്ങളെ പിന്നെ അകത്തോട്ട് ബോർഡിങ്, അതായത് ബോർഡിങ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ ബോർഡിങ് കാണിക്കും. ഓക്കെ, അപ്പോൾ ഒരു 10ഓ 5ഓ മറ്റേ ഗേറ്റൊക്കെ ചിലപ്പോൾ ഒരു എയർപോർട്ടിൽ ഉണ്ടാവും, അല്ലെങ്കിൽ 20 ഗേറ്റ് ഉണ്ടാവും. അപ്പോൾ ഏത് ഗേറ്റിലാണോ നിങ്ങളെ ഫ്ലൈറ്റ് വരുന്നത് ആ ഗേറ്റ് അവിടെ കാണിക്കും. ബോർഡിങ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അകത്തോട്ട് പോവുക. ഓക്കെ, അതിനുശേഷം ഫ്ലൈറ്റിലോട്ട് ഫ്ലൈറ്റിൻ്റെ അകത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ അകത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങളെ ഫ്ലൈറ്റിൻ്റെ നിങ്ങൾ ഓരോ സീറ്റിൻ്റെ സൈഡിൽ പിന്നെ നിങ്ങളെ ബോർഡിംഗ് പാസിലുള്ള പിന്നെ സീറ്റ് നമ്പർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് സീറ്റ് നമ്പർ കാണാൻ കഴിയും. സീറ്റ് നമ്പർ 5A ഇതേമാതിരി സീറ്റ് നമ്പർ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏത് സീറ്റ് നമ്പറാണ് പിന്നെ നിങ്ങളെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളെ സീറ്റ് നമ്പർ വെച്ചാൽ അതിൽ പോയിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ് ഇനി നിങ്ങൾ ഏത് കൺട്രിയിലോട്ടാണ് പോകുന്നത്, ഇപ്പോൾ ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ ചില സ്ഥലത്ത് പിന്നെ എത്താൻ നേരത്ത് നിങ്ങൾക്ക് മറ്റേ ഒരു എമിഗ്രേഷൻ ഫോം ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോഡി മാസ് ചെക്കിങ് അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ എറവിലാവുന്ന കൺട്രിയിൽ, അതിപ്പോൾ ദുബായിലാണ് ഇറങ്ങുന്ന കൺട്രിയിൽ അവിടെ ഫസ്റ്റ് ചെക്കിങ് വരുന്നത് എമിഗ്രേഷനാണ്. എമിഗ്രേഷൻ ചെക്കിങ് ആണ് ഫസ്റ്റ് വരുന്നത്. ഓക്കെ, എമിഗ്രേഷൻ ഇത് ചിലപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഒരു ഫോം തരും, എമിഗ്രേഷൻ ഫോം തരും. ചില സ്ഥലത്ത് മറ്റേ എയർപോർട്ടിൽ നിന്ന് തരും. ഓക്കെ, ഇത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ചെയ്ത അതേപോലെ തന്നെ ഫില്ല് ചെയ്തിട്ട് അവിടെ കൊടുക്കുക. അവർ ഇവിടുന്ന് കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് അവർ പിന്നെ സ്റ്റാമ്പ് ചെയ്തിട്ട് നേരെ പുറത്തോട്ട്. ഓക്കെ, സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ് അവിടുത്തെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഇതുപോലത്തെ ഒരു ഏരിയയിൽ നിങ്ങളെ ബാഗ് റൗണ്ട് അടിയിൽ ഒരു മറ്റേ ഇതുപോലത്തെ ഒരു ഏരിയയിൽ നിങ്ങളെ ബാഗ് എല്ലാവരും എവിടുന്ന് എടുക്കുന്നത് വെച്ചാൽ ആരോട് ചോദിച്ചാൽ മതി. ഞാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഏരിയയിൽ പിന്നെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും ബാഗ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ബാഗ് എടുക്കാം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുതുതായിട്ടുള്ള ഒരു ബാഗ് വാങ്ങിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പറഞ്ഞാൽ നിങ്ങളെ ടാഗിലുണ്ടായിരിക്കും, പിന്നെ ബാഗിൻ്റെ മുകളിലുള്ള ടാഗ് ഉണ്ടല്ലോ അതിലുണ്ടായിരിക്കും നിങ്ങൾ പിന്നെ നിങ്ങളെ പേര് എല്ലാം പിന്നെ ഇതിൻ്റെ അകത്തുണ്ടായിരിക്കും, ടാഗിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ കുറച്ച് ഞാൻ എൻ്റെ അവതരണത്തിൽ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരിക്കും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ ഒരുപാടായിട്ടൊന്നും ആയിട്ടില്ല തുടങ്ങിയിട്ട്, ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, ഇതുപോലെ ഞാൻ ഇനി വേറെ ഇടുന്ന പിന്നെ വീഡിയോകൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇതിനും ഈ വീഡിയോക്കും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.